കാർഷിക വാർത്തകൾ. രാജ്യാന്തര റബ്ബർ വിലയിലെ ഉണർവ് സംസ്ഥാനത്ത് പ്രതിഫലിച്ചില്ല. കുരുമുളക് വിപണിയിൽ ഉത്തരേന്ത്യൻ വ്യാപാരികൾ സജീവം. വില ഉയരാതെ ഏലം വിപണി. രാജ്യാന്തര വിപണിയിൽ റബ്ബർ വിലയിൽ നേരിയ ഉണർവ് കണ്ടെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റഡിയായി നീങ്ങി. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് കിലോ 195 രൂപയിൽ ഇടപാടുകൾ നടന്നപ്പോൾ കർണാടകത്തിൽ നിരക്ക് 193 രൂപയാണ്. പ്രാദേശിക അവധികൾക്ക് ശേഷം ഇടപാടുകൾ പുനരാരംഭിച്ച തായ് മാർക്കറ്റായ ബാങ്കോക്കിൽ റബ്ബർ 2 രൂപ ഉയർന്ന കിലോ 202 രൂപയായി. രാജ്യാന്തര റബ്ബർ അവധി വിലകൾ നേരിയ മുന്നേറ്റം സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ റബ്ബർ സ്റ്റോക്കിസ്റ്റുകളും. കാലവർഷത്തിനു മുന്നേ പരമാവധി കുരുമുളക് കേരളത്തിൽ നിന്നും ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് ഉത്തരേന്ത്യൻ വൻകിട വ്യവസായികൾ. ജലാംശം കുറഞ്ഞ കുരുമുളക് മഴയ്ക്ക് മുന്നേ ഉത്തരേന്ത്യയിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യത്തെ വിവിധ കറിമസാല നിർമ്മാതാക്കൾ. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് കിലോ 695 രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ ആഭ്യന്തര വിദേശ വാങ്ങലുകാരുടെ ശക്തമായ പിന്തുണ ഉറപ്പുവരുത്താനായെങ്കിലും വിലയിൽ ഉണർവ് സംഭവിച്ചില്ല. ശരാശരി ഇനങ്ങൾ കിലോ 2144 രൂപയിലും മികച്ച ഇനങ്ങൾ 2711 രൂപയിലും ലേലം ഉറപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നെയ്യാർ ഡാം റിസർവോയറിലെ കൂട് മത്സ്യകൃഷി വിളവെടുപ്പിലേക്ക് ഗോത്രവിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതി ലക്ഷ്യം വെച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. റിസർവോയറുടെ സമീപത്ത് താമസിക്കുന്ന ഗോത്രവിഭാഗക്കാർക്ക് ജീവനോപാധി ഉറപ്പാക്കുന്നതിനാണ് മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. മത്സ്യവകുപ്പിന് കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരള എന്ന സ്ഥാപനം മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതി പ്രദേശങ്ങൾ വന്യജീവി സംരക്ഷണ നിയമപ്രകാരമുള്ള സംരക്ഷിത മേഖല ആയതിനാൽ വനം വകുപ്പിന്റെ കൂടെ അനുമതിയോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. മത്സ്യകൃഷിയിൽ നിന്നുള്ള ലാഭം പദ്ധതിയുടെ വിപുലീകരണത്തിനും ഗോത്രവിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനുമായി ഉപയോഗിക്കാനാണ് നിലവിലെ തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്മാം പദ്ധതി പ്രകാരം കർഷകർക്ക് യന്ത്രങ്ങൾ വാങ്ങാം. 40% മുതൽ 60% വരെ സബ്സിഡി ലഭിക്കും. ദേശീയ തലത്തിൽ സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന കാർഷിക യന്ത്രവൽകൃത പദ്ധതിയാണ് സബ്മിഷൻ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അഥവാ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി. സ്മാം പദ്ധതി എന്നും ഇത് അറിയപ്പെടുന്നു. ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് യന്ത്രോപകരണങ്ങൾ വാങ്ങുന്നതിന് 40 മുതൽ 60% വരെ സബ്സിഡി ലഭിക്കും. ഗുണഭോക്താവിന് കാർഷിക യന്ത്രം തിരഞ്ഞെടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. വിതരണ ഏജൻസിയെ ഗുണഭോക്താവിന് ഓൺലൈനായി തിരഞ്ഞെടുക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഫാം മിഷനറി ട്രെയിനിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെന്ററുകൾ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന കൃഷി മന്ത്രാലയം അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയ യന്ത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും അംഗീകൃത പട്ടികയിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവയ്ക്കാണ് ധനസഹായം നൽകുക. പദ്ധതി നിർവഹണം പൂർണ്ണമായും ഓൺലൈൻ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വയനാട്ടിൽ വീണ്ടും ഇഞ്ചി കൃഷി പരീക്ഷിക്കാനുള്ള നീക്കത്തിലാണ് കർഷകർ. വേനൽ മഴ അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വയനാട്ടിൽ വീണ്ടും ഇഞ്ചിക്കൃഷി പരീക്ഷണത്തിനായി കർഷകർ. ചാക്കിന് 3000 രൂപയോളം ഇഞ്ചി വിത്തിന് ഇപ്പോൾ വിലയുണ്ടെങ്കിലും പുതിയതായി സ്ഥലമൊരുക്കി ഇഞ്ചി നടാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകരെല്ലാം. ഇത്തവണ വേനൽമഴ ആദ്യം മുതലേ നല്ലതുപോലെ കിട്ടിയതിനാൽ നിലമൊരുക്കുന്നതിനും മറ്റും ഗുണകരമായി. കാലാവസ്ഥാ വ്യതിയാനവും വിളനാശവും വില തകർച്ചയുമാണ് ഇഞ്ചിക്കൃഷിയിൽ നിന്ന് വയനാട്ടിലെ കർഷകരെ പിന്നോട്ടു നടത്തിയത്. 2 അതിലധികമോ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷവും ഒരേ മണ്ണിൽ പുനഃകൃഷി നടത്തുമ്പോഴും ഇലവാട്ടം, മഹാളി തുടങ്ങിയ രോഗങ്ങളുടെ വരവ് ഇഞ്ചി കർഷകർക്ക് കനത്ത ആഘാതമുണ്ടാക്കിയിരുന്നു. ഇഞ്ചിക്കൃഷി തുടർച്ചയായി നഷ്ടത്തിലായപ്പോൾ കർഷകർ കൂട്ടത്തോടെ പിൻവാങ്ങുകയും ചെയ്തു. ഹിമാചൽ, ചുക്കുമാരൻ തുടങ്ങിയ ഇഞ്ചി ഇനങ്ങളായിരുന്നു വയനാട്ടിൽ ഏറെ പ്രിയമുണ്ടായിരുന്നത്. കരഭൂമിയിലും വയലിലും ഇഞ്ചിക്ക് നല്ല വിളവും വയനാട്ടിൽ ഒരു കാലത്ത് ലഭിച്ചിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയായിരുന്നു വയനാട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏലം കർഷകരുടെ ദുരിതം തീരുന്നില്ല. തുടർച്ചയായ വിലയിടിവും വേനൽ പരിചരണവും കർഷകന് ഇരുട്ടടിയാകുന്നു. ഏലക്ക വില തുടർച്ചയായി ഇടിഞ്ഞതോടെ വേനൽക്കാലത്ത് നൽകിയ പരിചരണം നൽകി ഏലച്ചെടി സംരക്ഷിച്ച കർഷകർക്ക് സാമ്പത്തിക നഷ്ടം ഇരട്ടിയാവുകയാണ്. വേനൽ മഴയെ തുടർന്ന് ഉൽപാദനം ഉയരാനുള്ള സാധ്യത നിലനിർത്തി ലേല ഏജൻസികളും വൻകിട വ്യാപാരികളുമാണ് വിലയിടിക്കുന്നുവെന്നാണ് കർഷകരുടെ ആരോപണം. ഇതോടെ കഴിഞ്ഞ വേനലിൽ വൻതുക മുടക്കി ഏലച്ചെടികൾ സംരക്ഷിച്ച കർഷകർക്ക് മുടക്കുമുതൽ പോലും ലഭിക്കുന്നില്ലെന്ന സാഹചര്യമാണുള്ളത്. ചൂട് കനത്തതോടെ നിലവിൽ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിലെ തോട്ടങ്ങളിൽ ഏലം വാടിത്തുടങ്ങുകയും ചെയ്തിരുന്നു. ഇതോടെ കർഷകർ ഗ്രീൻ നെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. നിലവിൽ ഗ്രീൻ നെറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയും വിലവർധനയുമാണുള്ളത്. ടാങ്കറുകളിൽ വെള്ളം വാങ്ങി ജലസേചനം നൽകിയ കർഷകരുമുണ്ട്. ഇങ്ങനെ വൻതുക മുടക്കി കൃഷി സംരക്ഷിച്ച കർഷകർക്കാണ് വിലയിടിവ് നേരിടേണ്ടി വരുന്നത്. വേനൽ മഴയെ തുടർന്ന് വരും വിളവെടുപ്പുകളിൽ വിളവ് ഉയരും എന്ന സൂചനയെ തുടർന്നാണ് വൻകിട കമ്പനികൾ വിലയിടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
വെള്ള നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നത് ആലോചിച്ചു മതിയെന്ന് സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ. മില്ലുകാർ വെള്ള നെല്ലിനങ്ങൾ സംഭരിക്കാൻ മടി കാട്ടുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന. അടുത്ത സീസൺ മുതൽ വെള്ള നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നത് ആലോചിച്ചു മതിയെന്ന് മന്ത്രി GR അനിൽ. വെള്ള നെല്ലിനങ്ങൾ മില്ലുകാർ സംഭരിക്കാൻ മടിക്കുന്നുണ്ടെന്നും സംഭരിക്കുന്ന നെല്ലിന് തൂക്കം കുറച്ചാണ് എടുക്കുന്നതെന്നുമുള്ള കർഷകരുടെ പരാതിയിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. നെല്ല് കൊയ്തെടുത്ത് 2 മാസത്തോളമായിട്ടും സംഭരണം ഇഴഞ്ഞു നീങ്ങുകയാണ്. കലർപ്പുണ്ടെന്ന് പറഞ്ഞ് വെള്ളനെല്ലിന് വില തരാതെ ഒരു ചാക്കിന് 1.5 മുതൽ 2.5 കിലോ വരെ തൂക്കം കുറയ്ക്കുന്നുണ്ട്. മൂപ്പ് കുറവുള്ളതിനാലാണ് പലരും വെള്ളനെല്ല് കൃഷിയിറക്കുന്നത്. ജലദൗർലഭ്യവും ഒരു ഘടകമാണ്. നെല്ലെടുക്കാൻ ചെറിയ വണ്ടികൾ എത്താത്തതും സപ്ലൈകോയിൽ മതിയായ ജീവനക്കാരില്ലാത്തതും തിരിച്ചടിയാവുന്നുണ്ട്. സംഭരിച്ച നെല്ലിന്റെ വില വേഗത്തിൽ നൽകണമെന്നുമാണ് കർഷകരുടെ പക്ഷം. നെൽവിത്ത് തിരഞ്ഞെടുക്കുന്നതിൽ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ കർഷകർ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കലർപ്പുള്ള വിത്ത് കൃഷിയിറക്കുന്നത് ഗുണനിലവാരമില്ലാത്ത നെല്ലുൽപാദിപ്പിക്കും. ഇത് മില്ലുകാർ സംഭരിക്കില്ല. ഗുണനിലവാരം ഉറപ്പാക്കാൻ കർഷകർ ശ്രദ്ധിക്കണം. വെള്ളനെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ പ്രത്യേകമായി കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗോതമ്പ് സംഭരണം കുതിപ്പിൽ കഴിഞ്ഞ വർഷത്തെ 26.6 മില്യൺ ടണ്ണിനെ മറികടന്നതായി റിപ്പോർട്ട്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി സർക്കാർ ഗോതമ്പ് സംഭരണം കഴിഞ്ഞ വർഷത്തെ 26.6 മില്യൺ ടണ്ണിനെ മറികടന്നതായി റിപ്പോർട്ട്. മെയ് 4 വരെയുള്ള കണക്കുകൾ പ്രകാരം 27.36 മെട്രിക് ടണ്ണിലെത്തി രാജ്യത്തെ ഗോതമ്പ് സംഭരണം. പ്രാരംഭ ലക്ഷ്യമായ 31.27 മില്യൺ ടണ്ണിനടുത്ത് സംഭരിക്കാൻ കഴിയുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതേ തുടർന്ന് മധ്യപ്രദേശിലെ സംഭരണ ലക്ഷ്യം 6 മില്യൺ ടണ്ണിൽ നിന്ന് 8 മില്യൺ ടണ്ണായി സർക്കാർ ഉയർത്തി. ഇത് ദേശീയ സംഭരണ ലക്ഷ്യം 33.27 മില്യൺ ടണ്ണായി ഉയർത്തിയിരിക്കുകയാണ്. മാർച്ച് 10 സംഭരണം ആരംഭിച്ചതിനു ശേഷം ഈ സീസണിൽ മെയ് 4 വരെ കേന്ദ്രം പഞ്ചാബിൽ നിന്ന് 11.19 മില്യൺ ടൺ വാങ്ങി. പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ സ്വകാര്യ കമ്പനികളും സംഭരണം നടത്തുന്നതിൽ സജീവമായി രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 198, RSS 5 192, ലാറ്റക്സ് 137, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 850, അടയ്ക്ക 280, കാപ്പിക്കുരു 250, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾഡ് 71,500, കുരുമുളക് അൺഗാർബിൾഡ് 68,500, ഏലക്ക 2,100 മുതൽ 2,250 വരെ, വെളിച്ചെണ്ണ 26,300, കൊപ്ര 19,000, ചുക്ക് 22,500.